കേറിവാടാ മക്കളയിൽ നാലാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. മേടയിൽ രാജന്റെ എത്ര കോടി രൂപയുടെ കുംഭകോണ കേസ് കുത്തിപ്പൊക്കും എന്നാണ് സായ് കുമാറിന്റെ കഥാപാത്രം പറയുന്നത്? എ 500 കോടി, ബി 20 കോടി, സി 60 കോടി. കോടി. 60 കോടി. ഓർമ്മ. സി 60 കോടി രൂപ ഞാൻ എടുത്തിട്ടങ്ങ് പൂട്ടിയിരിക്കുകയാണ്. അവിടെ നമ്മൾ പൂട്ടാണ് സാധാരണ എല്ലായിടത്തും ലോക്കറോ എന്നാണ്, നമ്മളത് വിട്ടു. നമ്മൾ നല്ല നാടൻ പൂട്ടുണ്ട്, അറിയാമല്ലോ ഏട്ടന്. ആ പൂട്ടൊക്കെ ഇട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. ചേട്ടൻ ഇതുപോലെ എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ കളരി നാടൻ ശൈലിയല്ല, അടിച്ചാലും ഒരു നാടൻ അടി. വലിയ അഭ്യാസമൊക്കെ പറയും. ഉരുളൻ കല്ലിനോട് നല്ല രക്ഷയുണ്ടോ? ഉരുളൻ കല്ല് വെച്ചാൽ പിന്നെ അഭ്യാസം ചെയ്യല, ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ വന്നപ്പോ റിക്വസ്റ്റ് ചെയ്യായിരുന്നു ഒരു കാര്യം, ഒരു പാട്ട്. ഈ ഒരു പാട്ട് അറിയത്തില്ല, അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ച്. ചെറുപ്പത്തിൽ എന്തായാലും മൂടി നടന്ന പാട്ട് കാണും. ശബ്ദമില്ല, അതാ വേറെ പ്രശ്നം. അതാ ഇനി ഈ ഭാര്യ സിനിമ. ഭാര്യ പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് മുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. രസന ദിശ മതി. MG സുകുമാറിന് മുമ്പേ ഇരുന്ന് ഞാൻ പാട്ട് പാടുന്നത് വല്ല കാര്യമുണ്ടോ? അതൊന്നുമല്ല, കറക്റ്റായിരുന്നു, പാടിയത് കറക്റ്റാണ്. അതായത് ജ്ഞാനമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേട്ടന് കുറച്ച് സ്വരങ്ങളൊക്കെ പറഞ്ഞുതരാം. അയ്യോ, കുഴപ്പമുണ്ടാക്കണ്ട. അത് ചേട്ടൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടനൊരു 10 കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ സമയം ഉണ്ടാവുമോ എന്നുള്ള അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ പെരിയാറയില്ലേ, പെരിയാറയുടെ സ്വരം തന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ പോണേ. സരിഗാപ്പ 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 പാമഗ പാമഗ ഗാരീസ ഗാരീസ സാസാരി സാസാരി സരിഗാ ഗാരി സരിഗാ ഗാരി സരിഗാ ഗാരി സരിഗാ ഗാരി സാരീസ 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 സസസാ സസാ സസസാ സസസാ. ഇനി ചേട്ടന് എവിടൊക്കെയാണ് 2 സ്ഥലം ഉദ്ദേശിക്കുന്നത്? ഞാൻ മത്സരിക്കാറ് പൂഞ്ഞാർ, പാല, കാഞ്ഞിരപ്പള്ളി. അതിലേതെങ്കിലും 2 സിറ്റി മത്സരിക്കണം. പൂഞ്ഞാർ, പാല, കാഞ്ഞിരപ്പള്ളിയിലുള്ളവർ ചേട്ടൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വെറുതെ പറയാണ്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ചേട്ടനെയും സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. സി 60 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. അതെ, 60 കോടി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 2000 rupees. അക്കൗണ്ടിൽ ഇതാ 8000 രൂപ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറി വാടാ മക്കളയിൽ ഇതാ 5ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. മയിൽ വാഹനം എന്ന പോലീസ് ഓഫീസർ മൊബൈലിൽ കാണുന്ന മെഗാ സീരിയലിന്റെ പേരെന്താണ്? എ ഞാൻ പതിവ്രത, ബി ഗോമതി, സി ഞാൻ ഗോമതി. ഗോമതി. ഗോമതി ശരിയാണല്ലേ? നമ്മുടെ രജനീകാന്തിന്റെ ഒരു വാക്കുണ്ടല്ലോ, ഞാൻ 1 വാട്ടി സൊന്ന 100 വാട്ടി സൊന്ന മാതിരി അല്ലേ എന്ന് പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനൊരു മുദ്രാവാക്യം ഇറക്കാം. PC 1 വാട്ടി സൊന്ന 1000 വാട്ടി സൊന്ന മാതിരി. ബി ഗോമതി ഞാൻ എടുത്തു വെച്ച് പൂട്ടിയിരിക്കും. ഗോമതിയാണെന്ന് എൻ്റെ ഉറച്ച വിശ്വാസം. എന്താണ് ചേട്ടന്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ? ഭക്ഷണം അതെല്ലാവരും പറയാൻ കൊള്ളുകയല്ലോ. രാവിലെ ഏറ്റു വരുമ്പോഴേ ഒരു കട്ടൻ ചായ മതി വിടാതെ. നേരത്തെ എണ്ണീക്കോ അതോ? പിന്നെ ഒരു 4:30 വെക്കും. 4:30? അത് കഴിഞ്ഞ് ആദ്യം ഏക്കുന്ന വഴിയെ വെള്ളം കുടിക്കും, ഒരു ഗ്ലാസ്. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഈ 1 ഗ്ലാസ് കട്ടൻ ചായ. പിന്നെ നേരെ ഓഫീസ് പോയി ഇരിക്കും. അവിടെ വരുന്ന ആളുകളെ മുഴുവൻ വന്ന് കണ്ടുകൊണ്ടിരിക്കും. അതപ്പോൾ ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ചായ വന്നുകൊണ്ടിരിക്കും. അത് എണ്ണമില്ല, അത് കട്ടൻ ചായ മധുരം ഇടാതെ.
അത് കഴിഞ്ഞ് ചിലപ്പോൾ 9, 10, 11 മണി വരെയൊക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും, പട്ടിണി ഇരിക്കും. ആളുകൾ മുഴുവൻ പോയി കഴിയുമ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി വന്ന് ഒന്ന് പല്ലൊക്കെ തേച്ചൊന്ന് കുളിക്കുന്ന അന്നേരം. കുളി കഴിഞ്ഞ് വന്ന് ഇരുന്നാൽ പിന്നെ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന് വിട്ടുവീഴ്ചയില്ല. അത് ദോശയാണ് ഒരു 6 എണ്ണം, ഇഡ്ഡലിയാണ് ഒരു 5, പിന്നെ നല്ല പച്ചക്കപ്പയാണ് പച്ചക്കപ്പ കുറച്ച് ആവശ്യത്തിന്, കപ്പയാണ് ഇറച്ചി മസ്റ്റ, പിന്നെ ബാക്കിയുള്ള ദോശ ഇതൊക്കെയാണ് ചമ്മന്തി സാമ്പാറും വേണം. ചമ്മന്തി മാത്രമല്ല, ചമ്മന്തിക്ക് സാമ്പാറും വേണം, ഈ ദോശയ്ക്ക് സാമ്പാറും ചമ്മന്തി, പിന്നെ മുളക് വത്തലമുളക് പൊടിയും കൂടാണ്. അത് തിന്നു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം പിന്നെ ഒരു ഏത്തപ്പഴം നല്ല പഴുത്തത് നല്ലോണം പുഴുകിയത് അതൊരെണ്ണം തിന്നും. അത് കഴിഞ്ഞ് ഒരു 2 മുട്ട, അതിന് ഉണ്ണി ആ ഉണ്ണി ഉപയോഗിക്കാൻ പാടില്ല, വെള്ള മാത്രം, വൈറ്റ് 2 തിന്നുമ്പോൾ ഒരു പരുവാ മതിയാവും, അത്ര കൂടെ നിർത്തും. എല്ലാ ദിവസവും അങ്ങനെയാണ്. എല്ലാ ദിവസവും. അപ്പോൾ വൈകുന്നേരം ഈ ചോറുണ്ണാറില്ല. എന്തെങ്കിലും ചപ്പാത്തി, പൊറോട്ട, നാൻ ഏതെങ്കിലും, പിന്നെ മട്ടനാണ് ഇഷ്ടം. മട്ടൻ. അപ്പം ബി ഗോമതി ആണ് നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. അതെ, ബി ഗോമതി ഉത്തരം ശരിയാണ്. വീണ്ടും 2000 രൂപ സമ്മാനമായിട്ട് 10,000 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്.